ഇതൊക്കെ എങ്ങനെ നടക്കുന്നെന്ന് അറിയോ? ഇതൊക്കെ മന്ത്രശക്തിയാ, മന്ത്രശക്തി. സാറേ, ഇവന്മാര് മന്ത്രശക്തി ഉപയോഗിച്ചാ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കും എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ ഞാൻ വീറിന്റെ കളികളെല്ലാം അവസാനിപ്പിക്കും. വെരി ഗുഡ്. വൈകുന്നേരത്തിനുള്ളിൽ പെയിന്റിംഗ് കഴിയുമെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് വിശ്വാസമായി. ഞാൻ പ്രിൻസിപ്പൽ സാറിനെ വിവരമറിയിക്കട്ടെ. ജിൻടു വരൂ. ആദ്യം നമ്മുടെ ക്ലാസ്സിന് പെയിന്റിംഗ് പൂർത്തിയാക്കിയിട്ട് ബാക്കി ക്ലാസ്സിന് വരാം. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? കണ്ടോ, കണ്ടില്ലേ സാർ, ഇവിടെ ഒരു പെയിന്റിംഗ് പണി നടക്കുന്നില്ല. വീറും മന്ത്രശക്തി ഉപയോഗിച്ചാ പെയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവനുള്ള സ്ഥലത്ത് മാത്രം പെയിന്റിംഗ് പണി നടക്കുന്നത്. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചുകൊണ്ട് വരാം. ജിൻടു, ജിൻടു, നീ എവിടെ പോയി? ജിൻടു, ഇന്നീ ജിൻടു കാരണം പണി പാളുമല്ലോ. ഇവനിത് എവിടെ പോയി കിടക്കുക? അയ്യോ, ഞാനിത് എന്തൊക്കെയാ കാണുന്നത്? വീറുത് എവിടെ പോയി? അവനോട് പറ പെയിന്റിംഗ് മൊത്തമായിട്ട് തീർത്തില്ലെങ്കിൽ എന്റെ ജോലി എന്നേക്കുമായി പോകുമെന്ന്. വേറെവിടെയാണെന്ന് ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഒളിച്ചിരിക്കുകയായിരിക്കും, പക്ഷെ ഒളിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നത്തോടെ അവന്റെ കള്ളക്കളികൾ ഞാൻ അവസാനിപ്പിക്കും. വരൂ സാർ, നമുക്ക് കെമിസ്ട്രി ലാബ് നോക്കിയിട്ട് വരാം. വേഗം ജിൻടുവിനെ കണ്ടുപിടിക്കേ. എന്നിട്ട് അവനോട് പറ പ്രിൻസിപ്പൽ സാറിനെയും കട്കട്ട് സാറിനെയും തടയാൻ. പക്ഷേ അത് എന്തിനാ? ഇപ്പൊ എന്തു പറ്റി? ജിൻടുവിനെ ഇപ്പൊ കാണാതായിരിക്കാ. ഇനി പെയിന്റിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. കക്കട്ട് സാറ് പ്രിൻസിപ്പലിനെ കൊണ്ട് എല്ലാം ചെക്ക് ചെയ്യാൻ ഇറങ്ങിയിരിക്കാ. വേഗം ചെല്ല് ചുൾബോൾ. സാർ ഇവിടെ തന്നെ നിന്നോളൂ. അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി നോക്കാം. ഈ പ്രകാശ് എന്താ ഇത്ര സമയമായിട്ട് വരാത്തത്? രമേശ് ഏട്ടാ, പ്രകാശാണ് എന്നെ അയച്ചത്. നിങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനിരുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ വരില്ല. എങ്കിൽ ശരി മോനെ, നീ ഇവിടെ തന്നെ നിന്നോണം. പോലീസ് എങ്ങാനും വരുവാണ് നീ വിസിലടിച്ചേക്കണം. നിനക്ക് ഞങ്ങൾ ചോക്ലേറ്റ് തരാം. ചോക്ലേറ്റ്? ഓ, താങ്ക് യു, താങ്ക് യു. അവര് മോഷണം നടത്തിയിട്ട് മുകളിലൂടെ രക്ഷപ്പെടുവാണോ? നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. നിക്കവിടെ. നീ ഞങ്ങളെ എന്ത് ചെയ്യാനാണ് കൊച്ചനെ? ഈ ഏരിയ കൂടെ നടക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ. ഈ ചരക്കിന് ഇതെങ്ങനെ മുകളിലെത്തി? ഓടുന്ന മതിയാക്കിട്ട് മര്യാദക്ക് കീഴടങ്ങിക്കോ. ഈ ചെറുക്ക് നല്ല അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ഇവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കിയാലോ. ഇന്ന് പിടിച്ചോ. എവന്റെ ശരീരം എന്താ കല്ലാണോ? അയ്യോ, എന്റെ കയ്യ പോയേ. ആർക്കെങ്കിലും ഇനി ഇടി വേണോ? വേണ്ട. കാഴ്ചയിൽ ഞാനൊരു കൊച്ചുചക്കനായിരിക്കാം, പക്ഷേ എന്റെ പേരാണ് വീർ. ഹലോ പോലീസ്. നന്ദി മുത്തശ്ശ. എന്റെ പ്രകാശിനെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഞാനൊന്നും
ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് എന്റെ പരിചയത്തിലുള്ള മഹാജ്ഞാനിയായ ഒരു സ്വാമിയാണ്. എന്ന് പറഞ്ഞ ആരാണ്? അദ്ദേഹം ഇവിടെയുണ്ട്. ഇതാ നിൽക്കുന്നു മഹാജ്ഞാനിയായ ആ സ്വാമി. അങ്ങായിരുന്നോ? അങ്ങയോട് എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. കാണാൻ ശരിക്കും കൊച്ചുകുട്ടിയാന്നേ തോന്നും, അല്ലേ മുത്തശ്ശ? പക്ഷേ അങ്ങേ ഇതിനു മുൻപ് ഒരിക്കലും അദ്ദേഹം എവിടെ പോയി? മുത്തശ്ശ, അതെ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? ഇപ്പൊ എന്നിട്ട് ഗവൺമെന്റ് സ്കൂളിന് വേണ്ടി ആരും വരുന്നില്ലേ? വീർ, നീ വളരെ ചെറിയ കുട്ടിയാണ്. വലിയ കുട്ടികളോട് മത്സരിച്ച് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. എന്റെ അപ്പൂപ്പൻ പറയാറുണ്ട് തിങ്ക് പോസിറ്റീവ്. അപ്പൊ ഇമ്പോസിബിൾ അല്ല പോസിബിൾ ആയി മാറുമെന്ന്. സാറി റേസ് തുടങ്ങിക്കോളൂ. വീർ വീർ, നീ എന്തിനാ ഇതിൽ പങ്കെടുക്കുന്നത്? കരൺ ഇതെവിടെ പോയി? സാർ, അവന്റെ കാലിനെന്തോ പരിക്ക് പറ്റി, അതുകൊണ്ട് അവൻ വീട്ടിൽ പോയി. തീർച്ചയായും ഇതാ ഖുറാനയുടെ പണിയായിരിക്കും. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? On your marks, get set. And go. മിസ്റ്റർ ഖുറാന, അത് കണ്ടില്ലേ? ഗവൺമെന്റ് സ്കൂളിന് വേണ്ടി ആ കൊച്ചു പയ്യനാണ് ഓടുന്നത്. അവൻ എന്താ കരുതുന്നത്? അവന് ജയിക്കാൻ പറ്റുമെന്നാണോ? ആരെയും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അവന്റെ മേലൊരു കണ്ണ് വേണം. വീർ, ഇവരോട് നിനക്ക് ജയിക്കാനാവില്ല. എന്നാൽ നീ റോബോട്ടിക് പവർ ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ സത്യങ്ങളെല്ലാം പുറത്താവും. ജിണ്ടുവിനെ വിളിക്ക്, ഇനി അവനെ എന്തെങ്കിലും ചെയ്യാനാവൂ. ഞാനാണ് ജിൻ. പറയൂ ബോസ്, ആരുടെ പിന്നാലെയാണ് ഇങ്ങനെ ഓടുന്നത്? ഇവിടെ സ്കൂളിന്റെ ഒരു റേസ് നടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഈ റേസ് ഒന്ന് ജയിപ്പിക്കും, പക്ഷെ ആരും ഇത് അറിയാൻ പാടില്ല. എടാ ചെറുക്ക, ക്ഷീണിച്ചു പോവാണെങ്കിൽ പറയണം കേട്ടോ, ഞാൻ നിന്നെ എടുത്തോണ്ട് ഓടിക്കോളാം. ഇത് കണ്ടോളൂ ബോസ്. പെട്ടെന്ന് ചെയ്യ്, മേശയും കസേരയൊക്കെ എടുത്ത് വയ്ക്കണ്ടേ? റേസ് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓടിങ്ങെത്താൻ ഇനി സമയമുണ്ട്. ഏതൊക്കെ ചെയ്താ മതി, ഒരു ധൃതിയില്ല. നീ ഇതെന്തായി ചെയ്യുന്നേ? റേസ് ഓടാതെ തന്നെ നീ എന്നെ ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചോ. ഇങ്ങനെ ഞാൻ ഈ റേസ് ജയിച്ച ആൾക്കാരൊക്കെ എന്നെ സംശയിക്കാൻ തുടങ്ങും. വേഗം പഴയ സ്ഥലത്ത് എത്തിക്കേ, വേഗം. അല്ല, ആ ചെറുക്കനത് എവിടേക്കാ പോയത്? അവൻ നമ്മളെക്കാളും മുന്നിലൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? നിങ്ങളിപ്പോ എവിടുന്നാ വന്നേ? ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. ജിണ്ടു, വീറിനെ ചെറുതായിട്ട് പൊക്കിയെടുത്ത് പറത്തിക്കൊണ്ടു പോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഓടുന്നതായിട്ട് തന്നെ തോന്നണം. ഇവനിത് എങ്ങനെ ഓടുന്നത്? അവൻ അടുത്തെത്തി. ഇപ്പൊ കണ്ടോണം എന്റെ ഉന്നം. കൊണ്ടു ഇംലി, വാ, നമുക്ക് ഒളിച്ചിരിക്കാം. ബണ്ടി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് കളിക്കണമെന്ന് വാശി പിടിക്കും. ശരി, നമുക്ക് ഒളിച്ചിരിക്കാം. വരൂ, നമുക്ക് അവിടെ പോയി കളിക്കാം. വേഗം വാ, അവൻ വരുന്നുണ്ട്. ഏകാന്ത ചന്ദ്രികേ എന്താണ് ചെയ്തത്? എന്റെ ചാക്കിത് എവിടെ പോയി? എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ ചട്ടാകളിന് ഒരിക്കലും മര്യാദയ്ക്ക് നടക്കാൻ അറിയില്ലേ? എപ്പം നോക്കിയാലും ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചോണ്ടിരിക്കും. ഇതാണ് ലോകത്തിലെ ഏറ്റവും പുതിയതും ഭയങ്കരനുമായ റോബോട്ട് മാഗി. ഇനി എന്റെ ഈ പുതിയ റോബോട്ട് നേരെ ചെന്ന് ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിന്റെ ശരീരത്തിലുള്ള മാഗ്നറ്റിൽ ഒട്ടിപ്പിടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഹൗ ഹൗ. You're a genius. You're
നീ പറഞ്ഞത് ശരിയാണ്. ഇവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. യു ആർ റൈറ്റ് മൈ ബോയ്. വേഗം ചെല്ലു എന്റെ റോബോട്ടെ, പോയി നിന്റെ ശക്തി കാണിച്ചിട്ട് വരൂ. വേഗം പോ. നോ നോ, ഇതല്ല ഞാൻ പറഞ്ഞത്. നീ നിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിപ്പിക്കേണ്ടത് റോബോട്ടിനെയാണ്, അല്ലാതെ സ്കൂട്ടറും ടെമ്പോയും അല്ല. ടിംബക്ടു, നീ ഇവന്റെ കൂടെ പോയി ഇവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ എങ്ങാനും കിട്ടിയാൽ ഉടനെ തന്നെ നീ അവന്റെ മാഗ്നറ്റിക് പവർ ഓൺ ആക്കി കൊടുക്കണം. മനസ്സിലായോ? വേഗം ചെല്ലേ. ഓക്കെ ബോസ്, ഐ വിൽ ഡു ഇറ്റ് ബോസ്. വീർ, എന്റെ ഗ്രാമത്തിൽ ഒരു മേള നടക്കുന്നുണ്ട്. വളരെ വലിയ മേളയാ അത്. പക്ഷെ ഈ തവണ എനിക്ക് മേള കാണാൻ പോവാൻ പറ്റില്ല. അതെന്താ ഇത്തവണ എന്താ പറ്റാത്തെ? അങ്ങോട്ട് പോവാൻ ട്രെയിൻ ഇല്ല. റെയിൽവേ ട്രാക്ക് തയ്യാറാണ്, പക്ഷെ ട്രെയിൻ ഓടി തുടങ്ങിയിട്ടില്ല. ഇത്തവണ മഴ പെയ്തപ്പോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് കാരണം റോഡൊക്കെ ബ്ലോക്ക് ആണ്. അതുകൊണ്ട് ഇത്തവണ എനിക്ക് പോവാൻ പറ്റില്ല വീർ. നീ വിഷമിക്കണ്ട, റെയിൽവേ ട്രാക്കിലൂടെ പോവാൻ പറ്റുന്ന ഒരു കാർ ഞാൻ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കെല്ലാവർക്കും ആ കാറിൽ കയറി മേള കാണാൻ പോവാം. സത്യമാണോ? അതെ.